USS പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മധ്യകാല ഇന്ത്യ എന്ന പാഠഭാഗത്തിലെ ഒന്നാമത്തെ ചോദ്യം, ദീൻ ഇലാഹി എന്ന മതം സ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ആര്? ദീൻ ഇലാഹി എന്ന മതം സ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ആര്? ഓപ്ഷൻ ബാബർ, ഹുമയൂൺ, അക്ബർ, ഔറംഗസീബ്. ഉത്തരം സി, അക്ബർ. രണ്ടാമത്തെ ചോദ്യം, എന്തായിരുന്നു മൻസബ്ദാരി സമ്പ്രദായം? മൻസബ്ദാരി സമ്പ്രദായം എന്നാൽ എന്ത്? ഓപ്ഷൻ ഒരു നികുതി സമ്പ്രദായം, ഒരു സൈനിക സംവിധാനം, ഒരു നീതിന്യായ വ്യവസ്ഥ, ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം. ഉത്തരം ബി, ഒരു സൈനിക സംവിധാനം. മൂന്നാമത്തെ ചോദ്യം, ഐൻ ഇ അക്ബറി എന്ന പുസ്തകം രചിച്ചത് ആര്? ഐൻ ഇ അക്ബറി എന്ന പുസ്തകം രചിച്ചത് ആര്? ഓപ്ഷൻ അബുൽ ഫസൽ, ബീർബൽ, രാജ തോഡർമാൻ, താൻസൻ. ഉത്തരം എ, അബുൽ ഫസൽ. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അക്ബർ നിർമ്മിച്ച ഇബാദത്ത് ഖാനയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? അക്ബർ നിർമ്മിച്ച ഇബാദത്ത് ഖാനയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഓപ്ഷൻ മതപരമായ ആരാധന, സൈനിക അഭ്യാസം, ഭരണപരമായ യോഗങ്ങൾ, മതപരമായ ചർച്ചകൾ. ഉത്തരം ഡി, മതപരമായ ചർച്ചകൾ. ചോദ്യം 5, തൻ്റെ മതപരമായ അസഹിഷ്ണുത നയത്തിന് പേരുകേട്ട മുഗൾ ചക്രവർത്തി ആര്? മതപരമായ അസഹിഷ്ണുത നയത്തിന് പേരുകേട്ട മുഗൾ ചക്രവർത്തി ആര്? ഓപ്ഷൻ അക്ബർ, ബാബർ, ഷാജഹാൻ, ഔറംഗസീബ്. ഉത്തരം ഔറംഗസീബ്. ആറാമത്തെ ചോദ്യം, മുഗൾ കാലഘട്ടത്തിലെ പ്രാഥമിക കാർഷിക ഉൽപ്പന്നം ഏതായിരുന്നു? മുഗൾ കാലഘട്ടത്തിലെ പ്രാഥമിക കാർഷിക ഉൽപ്പന്നം ഏതായിരുന്നു? ഓപ്ഷൻ ചോളം, അരി, ഉരുളക്കിഴങ്ങ്, കാപ്പി. ഉത്തരം ബി, അരി. ഏഴാമത്തെ ചോദ്യം, ഏതെല്ലാം നഗരങ്ങളെയാണ് ലണ്ടനേക്കാൾ വലുത് എന്ന് റാൽഫ് ഹിച്ച് വിശേഷിപ്പിച്ചത്? മുഗൾ നഗരങ്ങളെ ലണ്ടനേക്കാൾ വലുത് എന്ന് റാൽഫ് ഹിച്ച് വിശേഷിപ്പിച്ച നഗരങ്ങൾ ഏതെല്ലാമാണ്? ഡൽഹി പൂന, ആഗ്ര ഫത്തേപൂർ സിക്രി, പൂന ലാഹോർ, ഡൽഹി ലാഹോർ. ഉത്തരം ബി, ആഗ്ര ഫത്തേപൂർ സിക്രി. എട്ടാമത്തെ ചോദ്യം, അക്ബറിന്റെ പ്രശസ്തനായ ജീവചരിത്രകാരനും ഉപദേശകനുമായ വ്യക്തി ആരായിരുന്നു? അക്ബറിന്റെ പ്രശസ്തനായ ജീവചരിത്രകാരനും ഉപദേശകനുമായ വ്യക്തി ആരായിരുന്നു? ഓപ്ഷൻ അബുൽ ഫസൽ, ബീർബൽ, രാജ തോഡർമാൻ, താൻസൻ. ഉത്തരം എ, അബുൽ ഫസൽ. ഒൻപതാമത്തെ ചോദ്യം, മുഗൾ സാമ്രാജ്യം ഏത് ഭരണാധികാരിയുടെ സമയത്താണ് ഭരണപരമായി ഉന്നതിയിൽ എത്തിയത്? മുഗൾ സാമ്രാജ്യം ഏത് ഭരണാധികാരിയുടെ സമയത്താണ് ഭരണപരമായി ഉന്നതിയിൽ എത്തിയത്? ഓപ്ഷൻ ബാബർ, ഹുമയൂൺ, അക്ബർ, ഔറംഗസീബ്. ഉത്തരം ഡി, ഔറംഗസീബ്. പത്താമത്തെ ചോദ്യം, മുഗൾ സൈന്യത്തിൻ്റെ മൻസബ് എന്ന പദവി എന്തായിരുന്നു? മൻസബ് എന്ന പദവി എന്തായിരുന്നു? ഓപ്ഷൻ നികുതി, ഭൂമി അനുവദിക്കുന്നത്, കുതിരപ്പടയുടെ എണ്ണം, ജുഡീഷ്യൽ ചുമതലകൾ. ഉത്തരം സി, കുതിരപ്പടയുടെ എണ്ണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.